ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. രാഗസുന്ദര മനോഹര മദനമോഹന മധുനിഷൂദന. നീലവർണ്ണമിയലുന്ന നെഞ്ചിൽ വനമാലയാർന്ന മുരളീധര. ഓരോ ഗോപികമാർക്കും കണ്ണനെക്കുറിച്ചുള്ള സ്നേഹം കൂടി വന്നു. ഒരു നിമിഷം പോലും കണ്ണിൽ നിന്ന് മായാതെ കണ്ട് കണ്ണനെ കാണാൻ മാത്രം മോഹിക്കണു. കണ്ണും മനവും നിറയെ നിന്നെ കണ്ണാ കാണാൻ കൊതിയാകുന്നു. പ്രഭാതത്തിൽ തന്നെ ഗോക്കളെയും കൊണ്ട് കാട്ടിലേക്ക് പോയാൽ കണ്ണൻ സന്ധ്യയാവും തിരിച്ചു വരുമ്പോൾ. അത്രയും നേരം ആ ഗോപക്കുട്ടികളെല്ലാം എത്രമാത്രം കണ്ണനെ കാണാൻ വിഷമിക്കുന്നു. നന്ദവ്രജ കുമാരിക എന്ന് ഭാഗവതം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കണ്ണൻ്റെ പ്രായം അതിനേക്കാൾ താഴെയുള്ള കുട്ടികളാണ്, കൊച്ചു കുട്ടികളാണ് കണ്ണനെ എത്രയധികം മോഹിച്ചത്. അവരോരോരുത്തരും ആ കണ്ണന് വേണ്ടി നോക്കിയിരിക്കണു. ഞങ്ങളൊക്കെ സ്ത്രീകളല്ലേ, എങ്ങനെ മറ്റൊരു പുരുഷനെ നോക്കും എന്നൊരു ചിന്ത അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോഴും അവരുടെ മനസ്സിൽ മറ്റൊരു ചിന്തയുമില്ല, കണ്ണനെക്കുറിച്ച് മാത്രം. പീലിത്തിരുമുടി ചൂടിയ കണ്ണൻ്റെ പീതാംബരത്തിനിതെന്തു ഭംഗി. ഓടിക്കളിച്ചു നടക്കുന്ന കണ്ണൻ്റെ ഓടക്കുഴൽ വിളിക്കെന്തു ഭംഗി. ഓടൽ കുഴൽ വിളിക്കെന്തു ഭംഗി. എപ്പോഴും ആ ഗോപികമാർക്ക് കണ്ണനെക്കുറിച്ചുള്ള ചിന്തകൾ കൂടി വന്നു. വേണുഗാനം മുഴുക്കി രണ്ട് കാലും ഒന്ന് പിണച്ചു നിന്നുകൊണ്ട് തൃക്കാൽ രണ്ടും പിണച്ചാ തിരുമുഖകമലം ദക്ഷിണേ ചാച്ചുവച്ചും തൃക്കൈയിൽ കാഞ്ചനോടക്കുഴലും അത് പിടിച്ചൂതി മന്ദം ഹസിച്ചും തക്കത്തിൽ പിടിചൂടി കരിമുഖി വടിവും പൂണ്ടു നിൽക്കും മുകുന്ദൻ നൽകാരുണ്യേന നിത്യം മമഹൃതി കളിയാടിയിടുവാൻ കൈതൊഴുന്നേൻ. ഓരോ കുട്ടികളും അങ്ങനെ വിചാരിച്ചുകൊണ്ട് ശാണ്ഡില്യ മഹർഷിയോട് ചോദിച്ചു, അത്ര കണ്ണനെ ഭർത്താവായിട്ട് കിട്ടാൻ എന്ത് വേണം? അദ്ദേഹത്തിന് ഒന്നേ പറയാനുള്ളൂ, ആ ദേവിയെ ഭജിച്ചോളൂ, കാത്യായനി ഭഗവതിയെ. മായയാണ് ഭഗവാനെ മായ്ക്കണതെങ്കിൽ ആ മായയെ തന്നെ ഭജിച്ചോളൂ, മായയുടെ പാദങ്ങളെ ഭജിച്ചോളൂ. അപ്പോൾ ദാ കണ്ണൻ മുമ്പിൽ വരും. നല്ല മാർഗഴി തിങ്കൾ മാസത്തിൽ, വൃശ്ചികം ധനു മാസങ്ങളിൽ നല്ല മഞ്ഞുള്ള സമയത്ത് കാളിന്തിയുടെ തീരത്ത് മണ്ണുകൊണ്ട് അവർ നല്ലൊരു രൂപമുണ്ടാക്കി, ഒരു ഭഗവതിയെ പോലെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് കാളിന്തിയിൽ പ്രഭാതത്തിൽ കുളിച്ച് ഫലമൂലങ്ങളെ കൊണ്ട് ആ ദേവിയെ പൂജിച്ചു. കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ കുരു തേ നമ. പഴയകാലത്ത് തിരുവാതിരക്കളിയിൽ ഒക്കെ ഒരു കീർത്തനം പാടാറുണ്ട്. വൃശ്ചിക മാസം തന്നിലൊരു നാൾ ഗോപികമാരവരെല്ലാവരും മണ്ണു കൊണ്ടൊരു രൂപം തീർത്തു ദേവിയെ വാഴ്ത്തി സ്തുതി ചെയ്ത. അങ്ങനെയൊക്കെ കൈകൊട്ടി പാടായിരുന്നു. ഇന്നത്തെ തിരുവാതിരകളി എന്താണെന്നൊരു പിടിയില്ല, പാടുന്നവർക്ക് കളിക്കുന്നവർക്ക് അറിയില്ലാത്ത അവസ്ഥയായി. പണ്ടിങ്ങനെയായിരുന്നു, വൃശ്ചിക മാസം തന്നിലൊരു നാൾ ഗോപികമാരവരെല്ലാവരും മണ്ണു കൊണ്ടൊരു രൂപം തീർത്തു ദേവിയെ വാഴ്ത്തി സ്തുതി ചെയ്ത എന്നൊക്കെ പറഞ്ഞ് കുമ്പിയടിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നമുക്കല്ലേ. അതൊക്കെ വിട്ടുപോയി. ഇന്ന് മെഗയായതുകൊണ്ട് എന്താ ഇപ്പം ചെയ്യണമെന്ന് അറിഞ്ഞൂടാണ്ടേ. അപ്പോൾ ഭാഗവതം കാണിച്ചു തരാം. അവരെല്ലാം എന്ത് ചെയ്യണു? ദേവിയെ പൂജിക്കുക മാത്രമല്ല, അതൊരു ബുദ്ധിമുട്ടാവാതെ കണ്ടിരിക്കാൻ. അത് കഴിഞ്ഞാൽ ആ ജലത്തിലങ്ങി ധാരാളം ജലക്രീഡ ചെയ്യും. അപ്പോൾ വസ്ത്രങ്ങളൊക്കെ അഴിച്ചു വെച്ചിട്ടാണ് അവരിത് ആ ജലത്തിലിറങ്ങുക. കൊച്ചു കുട്ടികളല്ലേ. ഇവിടെ പറഞ്ഞു ഹേമന്തേ പ്രഥമേ മാസി നന്ദവ്രജ കുമാരിക. കുമാരിമാരാണ്, അല്ലാണ്ട് പ്രായമായ ആളുകളല്ല എന്നർത്ഥം. അപ്പോൾ കൊച്ചു കുട്ടികളാണ്. കണ്ണന് 6 വയസ്സായെങ്കിൽ
ആ 6 വയസ്സിനും താഴെയുള്ള കുട്ടികളാണ് കണ്ണനെ മോഹിച്ചത് എന്നർത്ഥം. ആ കുട്ടികളാണ് കളിക്കണതെല്ലാം. അതുകൊണ്ട് തന്നെ ആ കുട്ടികളുടെ നിഷ്കളങ്കമായിരിക്കുന്ന മനസ്സ് അത് ഭഗവാൻ ഇഷ്ടപ്പെട്ടു. പക്ഷേ എന്തേ അവർക്ക് ഭാവം ഞങ്ങൾ സ്ത്രീകളും ഭഗവാൻ പുരുഷനുമാണെന്നൊരു ചിന്ത അവരുടെ ഉള്ളിൽ വന്നു. അതാണ് അവർക്ക് പറ്റിയ ഒരു ദോഷം. അത് മാറ്റിക്കൊടുക്കണം ഭഗവാന്. സ്ത്രീ പുരുഷ ഭേദങ്ങളൊക്കെ നമുക്കേ ഉള്ളൂ. ഈശ്വരന് അങ്ങനെയില്ല. എന്ന സ്ത്രീ എന്ന ഷണ്ടോ എന്ന പുമ എന്ന ജന്തു. സ്ത്രീയെന്നോ പുരുഷനെന്നോ ഷണ്ടനെന്നോ മൃഗമെന്നോ ഒന്നും വ്യത്യാസമില്ല. സകല ജീവരാശികളുടെയും ഉള്ളിൽ ഇരിക്കുന്ന ഒരേ ഒരു ഭഗവാനാണ് അല്ലേ. നമ്മളൊക്കെ വിചാരിച്ചിരിക്കണം അങ്ങനെയാണ്. സ്ത്രീകൾ ആ ഭാഗത്ത്, പുരുഷന്മാർ ഈ ഭാഗത്ത്. നമ്മളാ തിരിവുണ്ടാക്കിയത്. ഭാഗവതം തിരിച്ചിട്ടില്ല ഒരിക്കലും. ഈശ്വരൻ ഒരിക്കലും രണ്ടായി തിരിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. നമ്മളാണ് പറഞ്ഞത് ഇന്ന ആൾക്കാർ അമ്പലത്തിൽ കയറാൻ പാടില്ല, ഇന്ന ആൾക്കാർ പുറമേ നിൽക്കണം അല്ലേ. എന്തെല്ലാം നിയമങ്ങളാണ് നമുക്ക് വേണ്ടി നമ്മളുണ്ടാക്കിയ നിയമങ്ങളാണ്. ഇതൊന്നും ഭാഗവതത്തിലോ പ്രമാണമാണ് ഭാഗവതം ഒരിക്കലും പറഞ്ഞിട്ടില്ല. ആ കുട്ടികൾക്ക് ആ സ്ത്രീകളെന്നുള്ള ഭാവം മാറ്റി കൊടുക്കണം. അത് ഭഗവാനിലേക്ക് എത്താൻ തടസ്സമായിട്ട് മാറും. നമ്മൾ ഇന്ന ജാതിയിൽപ്പെട്ടത്, ഇന്ന മതത്തിൽപ്പെട്ടത്, ഇന്ന കുലത്തിൽപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞ് അഭിമാനിക്കുമ്പോൾ ആ അഭിമാനം ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് എത്താൻ നമുക്ക് തടസ്സമായിട്ട് വരണം. ഇത് നമ്മൾ കാണുന്നതൊക്കെ ഈ ഭാവത്തോട് കൂടിയിട്ടാണ് ഭഗവാന്റെ അടുത്ത് എത്തുന്നതേ. ഞാൻ ഇന്ന കുലത്തിൽപ്പെട്ടതായതുകൊണ്ട് ഭഗവാൻ എന്നോടൊരു കാരുണ്യം കാണിക്കുന്നതാണ്. ഒരു ബന്ധമില്ല. നമുക്ക് തോന്നലാണ് അത്രേ ഭഗവാൻ എന്നോട് അതുകൊണ്ട് ഇത്ര ഇഷ്ടം ഉണ്ടാവും. ഭാഗവതം പറഞ്ഞു അതല്ല അതിൻ്റെ മാനദണ്ഡം. എത്രമാത്രം മനസ്സ് ഭഗവാന്റെ അടുത്തേക്ക് എത്തിയെന്നാണ്. ഇവിടെ ആ ഗോപികമാരുടെ മനസ്സ് കണ്ടപ്പോൾ ഭഗവാൻ അവരുടെ വസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് അടുത്ത വൃക്ഷത്തിൻ്റെ മുകളിൽ കയറി വേണു കാണാൻ മുഴുക്കുമ്പോൾ ആ ഗോപികമാർ പറഞ്ഞു, കണ്ണാ ഞങ്ങളുടെ വസ്ത്രം തരൂ. ശ്യാമസുന്ദര തേദാസ്യ കരവാമതവോധൃതം ദേഹി വാസാംസി ധർമ്മജ്ഞ നോചേൽ രാജ്ഞേ ഭവാമഹേ ശ്യാമസുന്ദര തേദാസ്യ കരവാമതവോദിതം. അവിടുത്തെ നാശിമാരല്ലേ കണ്ണ ആ വസ്ത്രം തരൂ എന്ന് പറയുമ്പോൾ ഭഗവാൻ പറഞ്ഞു കയറി വരൂ എല്ലാവരും. ദേഹാഭിമാനം വിട്ടു വരണം ഭഗവാന്റെ അടുത്തേക്ക്. ദേഹാഭിമാനം ഉള്ളിടത്തോളം ഭഗവാനും നമ്മളിൽ നിന്ന് അകന്നകന്നു പോകും. അതുകൊണ്ട് ദേഹാഭിമാനം വിട്ടുവരൂ. ആ ഗോപികമാർ ഭഗവാന്റെ വാക്ക് കേട്ടതാ നമസ്കരിച്ചപ്പോൾ ഭഗവാൻ അവർക്ക് കൊടുത്തത് ഏറ്റവും നല്ല വസ്ത്രമാണ്. അത് സന്യാസത്തിൻ്റെ വസ്ത്രമാണ്. ഗോപികമാരെയല്ല ഭഗവാൻ വിവാഹം കഴിക്കുന്നത്. അവരുടെ മനസ്സിൽ പിന്നെ കൃഷ്ണൻ എന്നുള്ള ചിന്ത മാത്രമുള്ളൂ. അതാണ് സന്യാസം. എല്ലാത്തിനെയും എല്ലാ കാമങ്ങളെയും അവരിതാ എരിച്ചു കളഞ്ഞുകൊണ്ട് കണ്ണനെ തന്നെ മനസ്സ് വെച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബ്രാഹ്മണ സ്ത്രീകൾ, ധാരാളം ബ്രാഹ്മണ സ്ത്രീകളുണ്ട് അത്ര. എല്ലാവർക്കും ഒരേ ഒരു മോഹം മാത്രം, ഭഗവാനിലേക്ക് എത്താൻ മോഹിച്ചു. ഓരോ ബ്രാഹ്മണ സ്ത്രീകളും അവരെ അനുഗ്രഹിക്കുമെന്ന് തീരുമാനിച്ചു ഭഗവാൻ. ഭക്തി എന്താണ്, കർമ്മത്തിൻ്റെ ദോഷം എന്താണ്, അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഭഗവാൻ കൂട്ടുകാരോട് പറഞ്ഞു, ഇവിടെ അടുത്ത് ബ്രാഹ്മണർ ആംഗിരസം നാമഖ്യാസതേ സ്വർഗകാമ്യയ, സ്വർഗം മോഹിച്ചുകൊണ്ട് കുറേ ബ്രാഹ്മണർ യാഗം നടത്തുന്നുണ്ട്. അവരോട് ചെന്ന് ഞങ്ങൾക്ക് ഭക്ഷണം വേണമെന്ന് പറയൂ, അപ്പോൾ കാണാമെന്ന് പറഞ്ഞു. കൂട്ടുകാരി എന്ന് പറഞ്ഞു, ഹേ ഭൂമിദേവന്മാരെ, രാമനും കൃഷ്ണനും വന്നിട്ടുണ്ട് കാട്ടിൽ, അവർക്കും ഞങ്ങൾക്കും വിശക്കണുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ആഹാരം തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ തരാമെന്നും പറഞ്ഞില്ല, തരില്ല എന്നും പറഞ്ഞില്ല. കാരണം അവർ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ കാമനയോട് കൂടിയിട്ടാണ്. സ്വർഗം മോഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്വർഗീയ സുഖങ്ങൾ മോഹിച്ചുകൊണ്ട് അവരിതാ വലിയ വലിയ സാധനങ്ങൾ മനുഷ്യർക്ക് കഴിക്കാനുള്ള അപ്പം വടയും വെള്ളമുട്ടയും പായസമൊക്കെ എടുത്ത് ആ അടുപ്പിലേക്കിട്ട് ഇങ്ങനെ തീ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്ര നമ്മുടെ ആൾക്കാരും ഉണ്ട് ഇങ്ങനെയൊക്കെ, ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കണം. ആ പുകയും ഒക്കെ പാടെ കണ്ട് ബഹളമൊക്കെ കണ്ട് എല്ലാവരും അയ്യപ്പോ എന്ന് വിളിച്ചിട്ട് പോകും. ഇതാണ് വേണ്ടതെന്ന് ഭഗവാൻ പറഞ്ഞു. ഭക്തി ഇല്ലാണ്ട് എന്തെല്ലാം കൊണ്ട് അടുപ്പിലിട്ട് കത്തിച്ചിട്ട് എന്ത് പ്രയോജനം എന്ന് കാണിക്കുന്നതൊക്കെ നമ്മളിങ്ങനെ കാണാം. തൊട്ട് മിക്കവാറും വളരെ ചുരുക്കം പേരെ അതല്ലാണ്ടുള്ളൂ. എല്ലാവരും സ്വന്തം കാര്യം നേടാൻ വേണ്ടി അതിനുവേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ അല്പം പോലും ഭക്തി ഇല്ലാണ്ട് എന്ത് ചെയ്താലും ഭഗവാൻ സ്വീകരിക്കില്ല എന്നാണ്. അന്നം കൊടുത്തില്ല എന്ന് മാത്രമല്ല, കുട്ടികൾ വന്ന് പറഞ്ഞു, കണ്ണാ അവർ ആഹാരം തന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പുറത്ത് അവരുടെ പത്നിമാരുണ്ട്, ബ്രാഹ്മണ സ്ത്രീകൾ, അവരോട് ചോദിച്ചോളൂ, നിത്യം തൽ ദർശനോത്സുക. ആ ബ്രാഹ്മണ സ്ത്രീകളെല്ലാം അവർക്ക് യാഗങ്ങളറിയില്ല, പൂജകളറിയില്ല, ഹോമങ്ങളറിയില്ല. പക്ഷേ അവരെന്ന് മോഹിച്ചു ജീവിതത്തിങ്കൽ
ഒരിക്കലവിടുത്തെ കേശാദിപാദം ഞാനെന്നു കാണും. പ്രാണൻ വെടിഞ്ഞങ്ങു പോകുന്നതിന് മുമ്പേ പ്രാണനാഥനെ ഞാനെന്നു കാണും. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. അവരുടെ അടുത്തേക്ക് ഇതാ കുട്ടികൾ ചെന്നു. രാമനും കൃഷ്ണനും വന്നിട്ടുണ്ട്. അവർക്കും ഞങ്ങൾക്കും വിശക്കുണ്ട് എന്ന് പറയുമ്പോഴേക്കും ബ്രാഹ്മണർക്ക് കഴിക്കാനുള്ള ചതുർവിധങ്ങളായിരിക്കുന്ന ആഹാര സാധനങ്ങളുമായിട്ട് സമുദ്രം ഇവ നിന്നഗാഹ, നദികൾ സമുദ്രത്തിലേക്ക് എന്ന മാതിരി അവരിതാ വളരെ വേഗത്തിൽ ഓടി വന്ന് കണ്ണൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചു. കണ്ണനോട് പറഞ്ഞു, കണ്ണാ, നിന്നെ കാണാൻ എത്രയോ കാലമായി ഞങ്ങൾ മോഹിക്കണം. നിൻ്റെ അവതാര സുദിനം മോൾക്ക് നിന്നെ തന്നെ ഓർത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതം എന്താ ഇവിടം വരെ എത്തി. ഇനി എത്ര നാളുണ്ടെന്ന് അറിയില്ല. അതിനു മുമ്പിൽ നിന്നെ കാണാൻ പറ്റിയല്ലോ. കണ്ണു നിറയെ നിൻ ഭംഗി കണ്ടിട്ടെൻ്റെ കണ്ണു നിറയണമെൻ്റെ കൃഷ്ണ. നീലോൽപലം പോലെ ഉള്ള നേത്രങ്ങളെ ഒന്നു കണ്ടോട്ടെ ഞാനെൻ്റെ കൃഷ്ണ. അവർക്കത് മാത്രമേ വേണ്ടൂ. കൺകുളിർക്ക ഭഗവാനെ കാണണം. ഭഗവാൻ ഇതാ അവർക്ക് നിന്ന് കൊടുത്തു. കൺകുളിർക്ക കണ്ട് അവരെല്ലാം ഭഗവാൻ പറഞ്ഞയച്ചു. എന്നിട്ട് ഇതാ ആഹാരമൊക്കെ കഴിച്ച് ഭഗവാൻ തൻ്റെ ഗൃഹത്തിൽ വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താ? അച്ഛൻ അതിലും വലിയൊരു യാഗം നടത്താൻ പോകണം. അത്ര ഇന്ദ്രന് യാഗം നടത്തുന്നു. ഇതേപോലെ വലിയ ആനയെ പിടിക്കുന്ന കുഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറേ വൃത്തിക്കുള്ള ചുറ്റിന് നിന്ന് തീ പോയിക്കേണ്ട. ചെമ്പിൽ ധാരാളം അപ്പവും അടയും പായസവും എള്ളുണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണം. ചോദിച്ചു അത്ര കണ്ണൻ, എന്തിനാ അച്ഛാ ഈ ഇവിടെ ഇങ്ങനെ തീ കൂട്ടിയിട്ടിരിക്കണത്, എന്തിനാ അവരൊക്കെ പറയണത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇന്ദ്രൻ എല്ലാ വർഷവും യാഗം നടത്താറുണ്ട് കണ്ണ. എന്തിനാ യാഗം നടത്തുന്നത് അച്ഛാ? ഇന്ദ്രനാണ് മഴയുടെയൊക്കെ കോൺട്രാക്ട് എടുത്തേക്കുന്ന ആൾ. നമുക്ക് വേണ്ട സമയത്ത് മഴയൊക്കെ തരുന്ന അദ്ദേഹമാണ്. മഴ പെയ്താലല്ലേ പുല്ലുണ്ടാവുള്ളൂ. പുല്ല് തിന്നിട്ടല്ലേ പൈക്കൾ നമുക്ക് പാല് തരുന്നത് കണ്ണ. അതുകൊണ്ടാണ് ഇന്ദ്രനുള്ള യാഗം നടത്തുന്നത് എന്ന് പറഞ്ഞു. ഭഗവാൻ മൂക്കത്ത് വെള്ളി വെച്ചിട്ട് പറഞ്ഞു, അച്ഛനോട് ആരാ ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നത്? കാട്ടിലെ മൃഗങ്ങളോ പക്ഷിമൃഗാദികളോ വൃക്ഷലതാദികളോ യാഗം നടത്തിയിട്ടാണോ കാട്ടിൽ മഴ പെയ്യണത്? സമുദ്രം എന്ത് യാഗം ചെയ്തിട്ടാച്ചാ ആ സമുദ്രത്തിൽ മഴ പെയ്യണത്? ഇതൊക്കെ അതാത് സമയത്ത് വേണ്ടത് തന്നോളും. അത് പ്രകൃതിയുടെ സ്വഭാവമാണ്. നമ്മൾ പൂജിക്കേണ്ടത് ഇന്ദ്രനെയും ചന്ദ്രനെയും എന്നല്ല, ഈ പ്രകൃതിയാണ് അച്ഛ എന്ന് പറഞ്ഞു. ആ കാര്യങ്ങൾ അങ്ങനെ വേണ്ട മാതിരി അങ്ങനെ പറഞ്ഞു കൊടുത്തു. കർമ്മത്തിനെ കളഞ്ഞുകൊണ്ട് ആ പ്രകൃതി പൂജനത്തിൻ്റെ മഹിമ അച്ഛന് പറഞ്ഞു കൊടുത്തു. അച്ഛാ, പ്രകൃതിയാണ് നമുക്കെല്ലാം തരുന്നത്. മഴ പെയ്യിക്കണതും വേണ്ട സമയത്ത് വെയിലും മഞ്ഞും അല്ലേ, ഇതൊക്കെ ഏതെങ്കിലും ദേവന്മാർക്ക് തരാൻ പറ്റുമോ? വേറെ ആർക്കെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പോൾ ഇതെല്ലാം വേണ്ട സമയത്ത് മാങ്ങയും ചക്കയും ഇപ്പം അതിൻ്റെ കാലമാണ് അല്ലേ. വേണ്ട സമയത്ത് അത് തരണില്ലേ? കുറേ നാളും കൂടെ കഴിഞ്ഞിട്ട് ഒരു ജൂലൈ ആഗസ്റ്റ് മാസത്തിൽ ചക്ക വേണമെന്ന് പറഞ്ഞാൽ പറ്റുമോ? അത് പറ്റില്ല. വേണ്ട സമയത്ത് അതൊക്കെ നമുക്ക് തരണില്ലേ? ഇതൊക്കെ തരണ്ടെങ്കിൽ അതെല്ലാം പ്രകൃതിയാണ് അച്ഛാ നമുക്ക് തരുന്നത്. തെങ്ങിൻ്റെ ചുവട്ടിൽ എന്ത് ചീഞ്ഞ വെള്ളം ഒഴിച്ചാലും തെങ്ങ് അതാണോ നമുക്ക് തരാൻ? എനിക്ക് ചീഞ്ഞ വെള്ളം തന്നത്, എനിക്ക് ഞാൻ അത് തന്നെ തരുള്ളൂ എന്ന് പറയുമോ? കഴിക്ക് പിടിക്കാൻ എത്ര ആൾക്കാർ നോക്കിയിരിക്കണതല്ലേ? നല്ല മധുരമുള്ള വെള്ളം ഇങ്ങോട്ട് തരണം. അപ്പോൾ പ്രകൃതിക്ക് എന്ത് കൊടുക്കണുണ്ടോ പ്രകൃതി നല്ലതായിട്ടേ നമുക്ക് ഇങ്ങോട്ട് തരുള്ളൂ. ഒരിക്കലും നമുക്ക് ദോഷം ചെയ്യില്ല അച്ഛാ. അതുകൊണ്ട് ആ പ്രകൃതിയാണ് പൂജിക്കേണ്ടത് എന്ന് പറഞ്ഞു. കണ്ണൻ്റെ മനോഹരമായിരിക്കുന്ന വാക്ക് കേട്ടപ്പോൾ ആ നന്ദഗോപർ വേഗം ആ കുഴിയൊക്കെ മൂടി എല്ലാം എടുത്ത് ഗോവർദ്ധന പർവ്വതത്തിൻ്റെ മുമ്പിൽ ഒരു ചെറിയ പന്തൽ കെട്ടി അവിടെ ഇരുന്ന് ഗോവർദ്ധനായ സ്വാഹ എല്ലാം ഗോവർദ്ധനായി പൂജിച്ചു. പ്രകൃതിയായിട്ടിരിക്കുന്നത് ഗോവർദ്ധനമായിട്ടിരിക്കുന്നത് ആരാ? കണ്ണൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഭഗവാൻ അനുഗ്രഹിച്ചു എല്ലാവരെയും. ഇത് കണ്ടതായിരിക്കുന്ന ഇന്ദ്രന് ദേഷ്യം വന്നു. സ്ഥൂണ വർഷധാര, ഇത് ഏതാ ഒരു ഗോപാലൻ, ഒരു കൊച്ചുകുട്ടി, അവൻ എൻ്റെ യാഗം മുടക്കാനായോ? വേഗം അദ്ദേഹം ഊണിൻ്റെ വലിപ്പത്തിലുള്ള മഴത്തുള്ളികളെ കൊണ്ട് വൃന്ദാവനം മുക്കാമെന്ന് തീരുമാനിച്ചു. എല്ലാവരും കൃഷ്ണനെ അങ്ങോട്ട് വിളിച്ചപ്പോഴേക്കും കണ്ണനുണ്ടോ വല്ല ബുദ്ധിമുട്ടും. അവിടുന്ന് ആ 10,000 യോജന വിസ്താരമുള്ള ആ ഗോവർദ്ധന പർവ്വതം തൻ്റെ ചെറുവരലങ്ങനെ കൊട പോലെ പൊക്കി പിടിച്ചു. ചത്രാഗമിവ ബാലക, ഒരു കൊട പോലെ അങ്ങോട്ട് പിടിച്ചു എന്ന് മാത്രമല്ല എല്ലാവരും അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി നിന്നു. പൈക്കളും പൈക്കുട്ടികളും വൃക്ഷലത എല്ലാവരും എത്ര 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 പക്ഷിമൃഗാദികളുണ്ടോ വൃന്ദാവനത്തിൽ എല്ലാം അതിൻ്റെ അടിയിലേക്ക് അങ്ങോട്ട് കയറി നിന്നു. ഒരു കൈ കൊണ്ട് വേണു കാണുമ്പോഴേക്ക് അങ്ങനെ നിൽക്കുമ്പോൾ ആർക്കും അറിഞ്ഞില്ല. ഒരു സപ്താഹം ഭഗവാന്റെ വക 7 ദിവസം വിശപ്പ് ദാഹം ഒന്നും അറിഞ്ഞില്ല.
കണ്ണൻ്റെ ആ തിരുമുഖത്തേക്ക് അങ്ങനെ നോക്കി ഭഗവാനിൽ നിന്ന് ഒഴുകി വരുന്ന ആ വേണുഗാനത്തിൻ്റെ ആ മാസ്മരികതയിലെല്ലാം മറന്നിരിക്കുന്ന ആളുകളെ ആ ഭാഗവതം കാണിച്ചു തരുന്നു. ഇതാണ് ആത്മീയമായിട്ട് ഉയരുക എന്ന് പറഞ്ഞാൽ. സകലതും മറന്നിരിക്കുക. നമ്മളൊക്കെ ഇപ്പം അങ്ങനെയല്ലേ ഇരിക്കണതല്ലേ? ഇടയ്ക്ക് ഉറക്കം വരണ്ടെങ്കിലും നമുക്കങ്ങനെ വന്നിരിക്കണ്ടല്ലോ, എത്രയെങ്കിലും ഇരിക്കാൻ പറ്റിയില്ലോ നമുക്ക്. ഭഗവാന്റെ അനുഗ്രഹമാണ്. ഭഗവാനാകുന്നതാ ഗോവർദ്ധനൻ്റെ അടിയിലാണ് നമ്മൾ ഓരോരുത്തരും. കരുണയാകുന്ന കാരുണ്യമാകുന്ന ഗോവർദ്ധനൻ്റെ കീഴിൽ നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നു. എല്ലാം മറന്നു ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എത്രയോ അസുഖങ്ങൾ, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെ ഓരോരുത്തരും എല്ലാം മറന്ന് നമ്മളിതിൻ്റെ ചുവട്ടിൽ 7 ദിവസം 5 ദിവസമായിട്ട് ഇരുന്നെങ്കിൽ അത് ഗുരുവായൂരപ്പൻ്റെ കാരുണ്യമല്ലേ? ഭഗവാന്റെ വേണുഗാനമാണ് ഈ ഭാഗവതമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ആ അകത്തിരിക്കുന്ന തേവറ ഇതൊക്കെ നടത്തുന്നത് നമ്മളൊന്നല്ല കേട്ടോ. നമ്മൾ വെറും ഉപകരണം മാത്രം, നമ്മളെ കൊണ്ട് ചെയ്യിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പുറക്കീഴിൽ നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോൾ സകലതും മറന്നിരിക്കുന്നില്ലേ നമ്മൾ? വൈകുന്നേരം നല്ല 7 കാലമായി കഴിഞ്ഞപ്പോൾ അല്ലേ? അത്രയും സമയം എല്ലാവരും എത്ര ക്ഷമയോടുകൂടി. എനിക്ക് അത്ഭുതം, പലപ്പോഴും അനുഭവം തോന്നുന്നുണ്ട്. ഇവിടെ 3ാമത്തെ ആയോ അത് 30 ആയോ എന്ന് എനിക്കൊരു സംശയം. കാരണം അത്രയും അച്ചടക്കത്തോടു കൂടി അത്രയും ശ്രദ്ധയോടുകൂടി ഇരിക്കണം കാണുമ്പോൾ ശരിക്കും അസൂയ വന്നിട്ടുണ്ട്. പലർക്കും ഇങ്ങനെയൊന്നല്ല. ഇഷ്ടം പോലെ നടന്ന സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഞങ്ങളിടയ്ക്ക് എത്രയോ പ്രാവശ്യം നിർത്തി വയ്ക്കാറുണ്ടെന്നറിയോ? നിങ്ങളൊന്നും ഉണ്ടാണ്ടിരുന്ന എന്തെങ്കിലുമൊക്കെ പറയാനുണ്ട്. കാരണം എന്താ? അതേപോലെ ആളുകളുടെ ബഹളവും ഒച്ചകളും ഫോൺ വിളികളും ഒക്കെയാണ് ഇതിൻ്റെ കോലാഹലങ്ങളും. നമുക്കൊരു ഭംഗിയായിട്ട് അവിടെ നിന്ന് എല്ലാവരും കേൾക്കുന്നത്. നല്ല എന്താന്നില്ലാത്ത പറഞ്ഞറിയിക്കാത്ത ആനന്ദമാണ്. അത് ഈ ഭഗവാൻ തരുന്നതാട്ടോ. ഇതൊക്കെ ഇങ്ങനെ ഒരു മനസ്ഥിതി നമുക്ക് ഭഗവാൻ തരുന്നതാണ്. ഇത് കേൾക്കണം, വേണ്ടെങ്കിലും വേണ്ടെങ്കിലും വേണമെങ്കിലും അത് കേൾക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടായാൽ മതി. ചുവട്ടുകൂടെ കിട്ടി ഇതിവിടെ പൊക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല, അത് നമുക്ക് നന്മയാണ്. അപ്പോൾ അതാ ആ ഗോവർദ്ധന ഭഗവതൻ്റെ ചുവട്ടിൽ 7 ദിവസം വരുന്നത് എല്ലാവരും മറന്നുപോയി. എല്ലാം മറന്ന കണ്ണനെ തന്നെ കണ്ടുകൊണ്ട്, കണ്ണൻ്റെ കഥകൾ കേട്ടുകൊണ്ട്, കണ്ണനെ പാടിക്കൊണ്ട് എല്ലാവരും വരുന്നു. 7ാമത്തെ ദിവസമായപ്പോഴേക്കും ഇന്ദ്രൻ്റെ ടാങ്കിലെ വെള്ളമൊക്കെ വെട്ടി. കുറച്ച് പേടിയായി. ഭഗവാന്റെ സുദർശനം തൻ്റെ കഴുത്ത് മുറിക്കുന്നത് കണ്ടപ്പോൾ സുരഭി എന്ന ദേവപശുവിനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നത്. നീയും കൂടെ വരുമെന്ന് ചോദിച്ചു പശുവിനോട്. അതും കൂടെ വന്നു. അത്ര 2 പേരും ഭഗവാനെ വീണങ്ങോട്ട് സ്തുതിച്ചു. അപ്പോൾ ഭഗവാൻ വേഗം പർവ്വതം താഴെ വെച്ചു എന്ന് മാത്രമല്ല, വേഗം തന്നെ ഇതാ ഇന്ദ്രൻ പറഞ്ഞു, കണ്ണാ കുളിച്ചിട്ട് 7 ദിവസമായില്ലേ? എൻ്റെ ഐരാവതത്തിൻ്റെ തുമ്പിക്കിടത്തിൽ കുറച്ച് ജലമുണ്ട്, ആകാശഗംഗയുടെ ജലം, ഒന്ന് അഭിഷേകം ചെയ്യട്ടെ എന്ന് ചോദിച്ചു. എന്നാൽ പിന്നെ അഭിഷേകം ആയിക്കോട്ടെ, കുളിച്ചേക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഐരാവതത്തിൻ്റെ തുമ്പിക്കിടത്തിലെ ജലം കൊണ്ട് അങ്ങനെ അഭിഷേകം ചെയ്യുമ്പോൾ പശുവിന് മോഹം, ഞങ്ങളുടെ വംശത്തിന് മുഴുവൻ വൃദ്ധി ഉണ്ടാവാൻ കണ്ണാ, എൻ്റെ അകട്ടിൽ കുറച്ച് പാലുണ്ട്, ഞാൻ അഭിഷേകം ചെയ്യട്ടെ എന്ന് ചോദിച്ചു. കണ്ണൻ പറഞ്ഞു, നേരെ പാല് കുടിച്ചേ ശീലമുള്ളൂ, കുളിക്കാൻ നല്ലതാണല്ലേ എന്ന് ചോദിച്ചു. അതെ, വളരെ നല്ലതാണെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഭഗവാൻ ഒരു പാകയുടെ മുകളിൽ അങ്ങോട്ട് കയറിയിരുന്നപ്പോൾ മുകളിൽ വന്ന് നിന്നു ആ സുരഭി. ആ അകട്ടിൽ നിന്ന് ധാരധാരയായിട്ട് പാലങ്ങോട്ട് ഒഴുകുമ്പോൾ ദേവന്മാരും ഋഷീശ്വരന്മാരും സകല പേരും ഗോവിന്ദ ഗോവിന്ദ എന്ന മഹാമന്ത്രം, ഭാഗവതത്തിൻ്റെ ഏറ്റവും വലിയ മന്ത്രമാണ് ഗോവിന്ദ എന്ന തിരുനാമം. എത്ര ജപിക്കണോ? നമ്മുടെ എല്ലാം മനസ്സിനെ ഉയർത്തുന്ന മഹാമന്ത്രമാണ് ഗോവിന്ദ ഗോവിന്ദ. അതുകൊണ്ടാണ് ഓരോ അധ്യായം കഴിയുമ്പോഴും സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ 3 പ്രാവശ്യം 3 പ്രാവശ്യം ജപിക്കും അല്ലേ? ഒരു സപ്താഹത്തിൻ്റെ ഇടയിൽ എത്ര പ്രാവശ്യം നമ്മൾ ഗോവിന്ദ ഗോവിന്ദ എന്ന് വിളിക്കുന്ന ആലോചിച്ചോളൂ. വളരെ വിശേഷപ്പെട്ട ഒരു നാമമാണ്. എന്തുകൊണ്ടാണ് ദുർവാസാവിൻ്റെ കഥ നമ്മൾ പറഞ്ഞില്ലേ? അംബരീഷനെ പരീക്ഷിക്കാൻ പോയത് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. അങ്ങനെ സംഭവം ഉണ്ടായി ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ അംബരീഷൻ അവിടെ ചെന്ന് എന്തേ വിളിച്ചതെന്നറിയോ? ആഹാ അച്യുത അനന്ത എന്ന് വിളിച്ചോളൂ. ഗോവിന്ദ എന്ന് കൂടെ വിളിച്ചെങ്കിൽ ഭഗവാൻ പെട്ടുപോയനെ. അത് വിളിച്ചില്ല. നമ്മൾ ആഹാ അച്യുതാനന്ദ സതീക്ഷിത പ്രഭോ അങ്ങനെ വിളിച്ചോളൂ. അച്യുതാനന്ദ ഗോവിന്ദ എന്ന് വിളിച്ചെങ്കിലോ? നമ്മൾ പറഞ്ഞില്ലേ നാമത്രയം. അച്യുതാനന്ദ ഗോവിന്ദ എന്ന് വിളിച്ചെങ്കിൽ ഗുരുവായൂരപ്പൻ പെട്ടുപോയനെ. അത് വിളിച്ചില്ല മൂപ്പര്. അത് കാരണം എന്തായി? ഭഗവാൻ പറഞ്ഞ് വേഗം പൊക്കോളൂ അംബരീഷൻ്റെ ചുവട്ടിലേക്ക് എന്ന് പറഞ്ഞു വിട്ടില്ലേ? അതാണ് ആ ഗോവിന്ദനാമം എപ്പോഴും നമ്മുടെ നാവിൽ വന്നോളുന്നില്ല. ഏറ്റവും വിശേഷപ്പെട്ട നാമമാണ്. നമ്മളെല്ലാം എത്രമാത്രം ദുഃഖം അനുഭവിക്കുന്നവരെയും ഉയർത്തുന്ന നാമമാണ്. ഒരു ജീവനെ ഉയർത്തുന്ന നാമം. അതുകൊണ്ടാണ് ഗോവിന്ദ എന്ന മഹാമന്ത്രം. ഗോക്കളുടെ നാഥനാണ് ഭഗവാൻ. ഗോ എന്ന് പറഞ്ഞാൽ ജീവൻ എന്നർത്ഥം.
അപ്പോൾ സകല ജീവന്മാരെയും ഉയർത്തുന്നവൻ, ഉണർത്തുന്നവൻ, കൊണ്ട് നടക്കുന്നവൻ, നയിക്കുന്നവൻ എന്നൊക്കെ അനവധി അർത്ഥമാണ് ഗോവിന്ദ എന്ന തിരുനാമത്തിന്. ഗോവിന്ദാഭിഷേകം കഴിഞ്ഞോടുകൂടി നിർവീരാണ് ഭവം സാധ ഘോരാണ്യപിന് സർഗത. അതോടുകൂടി ആ വൃന്ദാവനത്തിലെല്ലാം ക്രൂരമൃഗങ്ങൾ കൂടി ശാന്തമായിട്ട് മാറി വന്നു. ഇങ്ങനെ ആ ഗോവർദ്ധന പർവ്വതമൊക്കെ സ്ഥാനത്ത് വെച്ചു. ദേവന്മാരെല്ലാം പുഷ്പവൃഷ്ടികളും നാമസങ്കീർത്തനങ്ങളൊക്കെ നടത്തി. എല്ലാവരും വന്ന് കണ്ണനെ ആലിംഗനം ചെയ്തു, ഉമ്മ വെച്ചു. എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് അറിയില്ലേണ്ടേ ഇവർക്കെല്ലാം, കാരണം ഇത്രയൊക്കെ ചെയ്തില്ലേ. അപ്പോഴാണ് ഗോപക്കുട്ടികൾക്കെല്ലാം സംശയമായി, കണ്ണാ നീ ആരാ ശരിക്കും? നിന്നെ ഇതേവരെ ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ലല്ലോ. പൂതന മോൾക്ക് വന്നവരെ മുഴുവനും ഒരു ഗതിക്കാക്കി. ഇപ്പം എന്താ ഇത്രയും വലിയ ഗോവർദ്ധന പർവ്വതം നിനക്ക് ഉയർത്തിപ്പിടിക്കാൻ സാധിച്ചെങ്കിൽ 7 ദിവസം നീ ആരാണ് ഞങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ, ഒന്ന് കാണിച്ചു തരുമോ? നിൻ്റെ ലോകം എന്താ? നീ ആരാണെന്ന് കാണിച്ചു തരുമോ? കണ്ണൻ പറഞ്ഞു, കുട്ടികളെ നിങ്ങളൊക്കെ കണ്ണടച്ചോളൂ എന്ന് പറഞ്ഞു. എല്ലാ ഗോപക്കുട്ടികളും കണ്ണടച്ച നിമിഷം ഭഗവാൻ കൊണ്ടുപോയി അവരെല്ലാം ആ വൈകുണ്ഠത്തിലേക്ക്. അവിടെ ചെന്നപ്പോൾ എന്താ, ബലരാമൻ അനന്തനായിട്ട് കിടക്കണു. ആ അനന്തകൽപ്പത്തിൽ ശയിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ ഞങ്ങൾ കണ്ടു. കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ട് അവർ ഓടി അങ്ങോട്ട് ചെന്നപ്പോൾ അവിടെ നിൽക്കുന്ന പാർഷദന്മാരൊക്കെ തടഞ്ഞു നിർത്തി. എവിടേക്കാണ് കുട്ടികളൊക്കെ ഓടി വരുന്നത്? ഇവിടെ ബഹളം ഉണ്ടാക്കാനൊന്നും പാടില്ല, സൈലൻറ്റ്, ഇവിടെ മിണ്ടാൻ പാടില്ല എന്നത്. എല്ലാവരെയും തടഞ്ഞു നിർത്തി, അവിടേക്കൊന്നും വരാൻ പാടില്ല, ദൂരെ നിന്ന് കാണാനേ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾക്ക് ആകെ വിഷമായി. അവരവിടെ നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കൃഷ്ണ നമുക്ക് വേണ്ട ഈ വൈകുണ്ഠം, നമുക്ക് നമ്മുടെ വൃന്ദാവനം മതി. നമുക്കവിടെ കണ്ണനെ കെട്ടിപ്പിടിക്കാം, ഉമ്മ വയ്ക്കാം, താരാട്ട് പാടാം, കണ്ണനെ അലങ്കരിക്കാം, അല്ലേ, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതുകൊണ്ട് വൈകുണ്ഠം വേണ്ട കണ്ണ, നമുക്ക് ആ വൃന്ദാവനം മതി എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, എന്നാൽ കണ്ണു പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. എല്ലാവരും കണ്ണു പറഞ്ഞപ്പോൾ അവിടെ നിൽക്കണു. അവരുടെ ഭാവമൊക്കെ മാറിക്കഴിഞ്ഞിരിക്കണു. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഗോപികമാർക്കെല്ലാം കണ്ണനോട് കൂടി ചേരാനുള്ള എന്തെന്നില്ലാത്ത മോഹം. കണ്ണൻ്റെ പാദം തലോടി തലോടി ഞാൻ പെണ്ണായതിൻ ഫലം നേടിടട്ടെ. എല്ലാവർക്കും മോഹം അത് തന്നെയായിരുന്നു. അത് സാധിച്ചു കൊടുക്കാൻ തീരുമാനിച്ചുകൊണ്ട് ഭഗവാൻ ഒരു ശരൽക്കാല രാത്രിയിൽ നല്ല പൂന്തലാവ് പടർത്തി നിൽക്കുന്ന ആ സന്ധ്യയിൽ ഭഗവാൻ ആ കാളിന്തി തീരത്ത് നിന്ന് മനോഹരമായിട്ട് വേണുഗാനം മുഴക്കി. ഭഗവാൻ പിതാരാത്രി ശരതോത്ഫുല്ല മല്ലിക വിക്ഷരന്തും മനച്ചഖ്രേ യോഗമായ ഉപാശ്രിത. തൻ്റെ യോഗമായെ ആശ്രയിച്ചുകൊണ്ട് മനോഹരമായിട്ട് വേണുഗാനം മുഴക്കി. തത്തന അംഗവർദ്ധനം. ആ ഗോപികമാരത്തിൽ കേൾക്കേണ്ട താമസം സദാ കണ്ണനെ തന്നെ ധ്യാനിച്ചുകൊണ്ടാണ് പശുവിനെ കറക്കുന്നവർ, കുട്ടികളെ നോക്കുന്നവർ, ഭർത്താവിനെ പരിചരിക്കുന്നവർ, അച്ഛനെ അമ്മയെ നോക്കുന്നവർ, ഇങ്ങനെ വിവിധങ്ങളായിരിക്കുന്ന ഗ്രഹജോലികളിൽ പെട്ടിരിക്കുമ്പോഴും അവരുടെ മനസ്സ് മുഴുവനും കൃഷ്ണൻ എപ്പോഴാണ് വിളിക്കുന്നത്, കണ്ണൻ്റെ വിളി കേൾക്കാൻ വേണ്ടി അവർ നോക്കിയിരിക്കുന്നു. ഈ പ്രാപഞ്ചികമായിരിക്കുന്ന സുഖം അല്പമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയ ഗോപികമാർ കണ്ണനെ തന്നെ ശ്രദ്ധിച്ചിരിക്കുമ്പോഴേക്കും ഭഗവാന്റെ വേണുഗാനം കേൾക്കേണ്ട താമസം വ്യത്യസ്ത വസ്ത്രാഭരണ കാച്ചിൽ കൃഷ്ണാന്തികം വീഴു. എല്ലാം വലിച്ചെറിഞ്ഞു. അവരെന്താ ചെയ്യണമെന്ന് പോലും മറന്നുപോയി എന്നാണ്. ആഭരണങ്ങളും വസ്ത്രങ്ങളൊക്കെ മാറി അണിഞ്ഞു. കഴുത്തിലണിയേണ്ട മാലയെടുത്ത് അരയിൽ കെട്ടി, അരയിലുണ്ട് അരിഞ്ഞാനെടുത്ത് കഴുത്തിൽ കെട്ടി, ഇങ്ങനെ എല്ലാം മാറി 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 അണിഞ്ഞുകൊണ്ട് അവർ വളരെ വേഗത്തിൽ കണ്ണൻ്റെ അടുത്തേക്ക് എത്തി. കണ്ണൻ ചോദിച്ചു, എന്തിനാ ഇപ്പോൾ ഈ രാത്രിയിൽ ഇങ്ങോട്ട് വന്നത് എൻ്റെ അടുത്തേക്ക്? നിങ്ങൾ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വരണത്? നിങ്ങൾക്ക് കുടുംബം നോക്കണ്ടേ, പൊക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, കണ്ണാ ഞങ്ങളുടെ മനസ്സ് നീ അപഹരിച്ചെടുത്തില്ലേ? മനസ്സില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഞങ്ങളെ കാലുകൾ പറഞ്ഞാൽ കേൾക്കാം? ഇങ്ങോട്ട് വരണമെങ്കിൽ കാലുണ്ടായിട്ട് കാര്യമില്ല, പിന്നെ എന്ത് വേണം? മനസ്സ് തോന്നണം വേണ്ടേ? അമ്പലത്തിൽ പോയിട്ട് നേരം ഭാഗവതം കേൾക്കണമെന്ന് മനസ്സാണ് തോന്നേണ്ടത്, അല്ലാണ്ട് കാലല്ല തോന്നുക. ഞങ്ങളുടെ മനസ്സിനെ നീ അപഹരിച്ചില്ലേ കണ്ണാ? പിന്നെ ഞങ്ങൾ എവിടെ പോകും? ഞങ്ങൾക്ക് ആ മനസ്സും ഇങ്ങോട്ട് തരൂ, ഞങ്ങൾ പൊക്കോളാം എന്ന് പറഞ്ഞു. ഇതങ്ങോട്ട് കേട്ടപ്പോൾ ഭഗവാൻ അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അവർക്ക് അനുകൂലമായിട്ട് നിന്നപ്പോൾ ഓരോ ഗോപിയേക്കും തോന്നി, കണ്ണൻ എന്നോടാണ് ഇഷ്ടം കൂടുതൽ, എന്നോടാ ഭഗവാൻ ഇഷ്ടം എന്ന് തോന്നിയത്രേ. അതാണ് സൗഭഗമതം എന്ന് പേര് പറയും. എന്നോട് എന്തോ പ്രത്യേകതയുണ്ട് കൃഷ്ണന്, എന്നിൽ നിന്ന് എന്തൊക്കെയോ ഭഗവാൻ പ്രതീക്ഷിക്കേണ്ടതെന്ന് അവർക്ക് തോന്നിയപ്പോൾ അഹങ്കാരമതം വന്ന സമയത്ത് തത്രൈവാന്തരധീയത അവരുടെ ഉള്ളിൽ നിന്ന് ഭഗവാൻ അപ്പം തന്നെ മറഞ്ഞു കഴിഞ്ഞു. അതോടുകൂടി ആ ഗോപികമാർക്കെല്ലാം വിഷമായി. അവരെല്ലാം പെട്ടെന്ന് കണ്ടുപോയാലത്തെ ഒരവസ്ഥ പോലെ ആ കാടിന്തി തീരത്തെല്ലാം അവരെങ്ങനെ കൃഷ്ണ 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 എന്ന് വിളിച്ചങ്ങനെ നടക്കാൻ തുടങ്ങി. ഭ്രാന്തമായിരിക്കുന്ന ഒരവസ്ഥയിൽ എവിടെ പോയി ഞങ്ങളുടെ നീലക്കല്ല്,
ആ കണ്ണനെ വിളിച്ചുകൊണ്ട് അവരങ്ങനെ നടക്കാൻ തുടങ്ങിയെന്ന് മാത്രമല്ല വലിയ വലിയ വൃക്ഷങ്ങളോടൊക്കെ ചോദിക്കാൻ തുടങ്ങി. ദുഷ്ടോവ കച്ചിതശ്വദ്ധ പ്ലക്ഷണ്യഗ്രോധനോമന. അശ്വത്ഥനോടും പേരാളിനോടും ഇന്ന് വേണ്ട വലിയ വലിയ വൃക്ഷങ്ങളോട് ചോദിച്ചു, നിങ്ങൾ കാണുകയുണ്ടായോ ഞങ്ങളുടെ കണ്ണനെ, നിങ്ങൾ കാണുകയുണ്ടായോ? അവരാരും മിണ്ടണില്ല. ചെറിയ ചെറിയ വൃക്ഷങ്ങളായിരിക്കുന്ന ചമ്പകം ഉള്ള വൃക്ഷങ്ങളോടൊക്കെ ചോദിച്ചു, നിങ്ങളാരെങ്കിലും കാണുകയുണ്ടായോ ഞങ്ങളുടെ കണ്ണനെ? അവരും മിണ്ടണില്ല. പിന്നെ ഇതാ ചെറിയ ചെറിയ ചെടികളോടൊക്കെ ചോദിക്കാൻ തുടങ്ങി. മല്ലികേ എൻ മനം കവർന്നു കൊണ്ടുപോയ വല്ലഭൻ തന്നെ കണ്ടോ കൊള്ളു നീ തോഴി. മല്ലികയോടുമൊക്കെ ചോദിക്കാൻ തുടങ്ങി. തുളസിച്ചെടിയെ കണ്ടോ നീ മാലതീലതെ തലയാട്ടുന്നതെന്തിന്നു അറിയാനൊരു കൗതുകം. തുളസിച്ചെടിയോടും മാനിനോടും മയിലിനോടും കുയിലിനോടും എന്ന് വേണ്ട എല്ലാവരും ആ വിരഹത്തിനെ കൊണ്ട് വിരഹദുഃഖം കൊണ്ട് അവരിതാ കരഞ്ഞ് അവർ വീഴാൻ തുടങ്ങി. അങ്ങനെ പോകുന്ന സമയത്ത് കണ്ണൻ്റെ പാദം നന്നായിട്ട് മണലിൽ താങ്ങി കിടക്കണ കണ്ടു. കൂടെ മറ്റൊരു പെൺകുട്ടിയുടെ പാദങ്ങളെയും കൂടെ കണ്ടപ്പോൾ ഗോപികമാർക്ക് മനസ്സിലായി, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരുത്തിയും കൊണ്ടാ കണ്ണൻ പോയിരിക്കണത് എന്ന് മനസ്സിലായി. പിന്നെയും അവർ ആ പാദങ്ങൾ അന്വേഷിച്ച് പോകുമ്പോൾ ഒരിടത്ത് ചെല്ലുമ്പോൾ എന്താ ഉണങ്ങിയ മുല്ലപ്പൂക്കൾ കിടക്കണ കണ്ടു. അപ്പോൾ മനസ്സിലായി അവളുടെ ശിരസിലുള്ള മുല്ലപ്പൂക്കളൊക്കെ മാറ്റി പുതിയത് വെച്ച് അലങ്കരിച്ചിട്ടുണ്ടാവും കണ്ണൻ. അവളെ കൊണ്ടുപോകണമുണ്ട്. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ എന്താ കണ്ണൻ്റെ പാദങ്ങൾ മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ ആ ഗോപികമാർ പറയാൻ തുടങ്ങി, അവളെ ചുമലിൽ ഏറ്റിട്ടുണ്ടാവും കണ്ണൻ, അതുകൊണ്ടാണ് കാലിൽ ഇങ്ങനെ താന്നു കിടക്കുന്നത്. അങ്ങനെ അന്വേഷിച്ച് പോകുമ്പോൾ ഇതാ കിടക്കണു. രാധിക എന്ന് പറഞ്ഞില്ല, രാധ എന്ന് പറഞ്ഞില്ല. കാരണം രാധ എന്ന് പറഞ്ഞാൽ ശ്രീശ്വരബ്രഹ്മർഷിക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അനയാരാധിതോ നൂനം, അനയാരാധിത എന്നൊരു വാക്കേ പറഞ്ഞോളൂ. ആരാധിത എന്നുള്ള മട്ടിൽ രാധ എന്ന് പറയാനേ പറ്റില്ല എന്നർത്ഥം. പ്രേമത്തിൻ്റെ വാചകമാണ് രാധ. ആ ദേവിത അവിടെ മോഹാലസ്യപ്പെട്ട് കിടക്കണു. അവളെ വിളിച്ചുണർത്തി, എനിക്ക് എന്തേ പറ്റിയത്? അവൾ പറഞ്ഞു, എൻ്റെ കയ്യും പിടിച്ചുകൊണ്ട് ആ കണ്ണൻ ഓടി ഉണ്ടായത്. കുറേ ഓടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് കാല് വേദനിക്കണമെന്ന് തോന്നി. ഒരിടത്ത് ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് എൻ്റെതാ ആ മുല്ലപ്പൂക്കളൊക്കെ മാറ്റി പുതിയ മുല്ലപ്പൂക്കളെ കൊണ്ട് അലങ്കരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, എന്നെ ഒന്ന് എടുക്കുക കണ്ണാ. എൻ്റെ അഹങ്കാരം കൊണ്ട് ഞാൻ എന്താ ആ കുഞ്ഞിരുന്നപ്പോൾ എൻ്റെ തോളത്തിലേക്ക് കാലെടുത്ത് വെച്ചു കണ്ണൻ. അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ആ കണ്ണൻ എന്നെ വിട്ടുപോയി എന്നങ്ങോട്ട് പറയലാം. മോഹാലസ്യപ്പെട്ട് വീണു. ഗോപികമാരെല്ലാം പിന്നെതാ പാടിക്കൊണ്ട് നടക്കാൻ തുടങ്ങി അവിടെ മുഴുവനും. ദേധികം ജന്മനാവ്രജാ ശയത ഇന്ദിരാ ശശ്വതത്വഹി ദൈതദൃശ്യതാം ദിക്ഷുതാവകാ ത്വയി ധൃതാസവ ത്വാം വിജിന്വതേ. കൃഷ്ണ, നീ എന്നും ജയിച്ചു നിൽക്കണേ. എന്തുകൊണ്ടാണ്? നിൻ്റെ അവതാരം കൊണ്ടല്ലേ. ഏറ്റവും താഴെ തട്ടിക്കിടക്കുന്ന, വിദ്യാഭ്യാസമില്ല, നല്ല കുലത്തിൽ ജനിച്ചിട്ടില്ല, യാതൊരു യോഗ്യതകളുമില്ല, മൈക്കളെ കറക്കാനും തൈര് വിൽക്കാനും മോര് വിൽക്കാനും മാത്രം അറിയാവുന്ന അബലകളായിരിക്കുന്നവർക്കെല്ലാം, ഈ ഉള്ളവർക്കെല്ലാം ലോകത്തിൻ്റെ നെറുകയിൽ സ്ഥാനമുണ്ടായതെല്ലാം നിൻ്റെ അവതാരം കൊണ്ടല്ലേ. നീ അവതരിച്ചില്ലായിരുന്നെങ്കിൽ ഈ യദുകുലത്തിനെ ആരറിയും? ഈ ലോകത്തിൽ എല്ലാത്തിനും കാരണമായിട്ടുള്ളത് നീയല്ലേ. എന്തെല്ലാം ആപത്തുകൾ ഞങ്ങളെ തേടി വന്നു. ആ ആപത്തുകളിൽ നിന്നെല്ലാം ഞങ്ങളെ രക്ഷിച്ചു നീയാണെങ്കിൽ കൃഷ്ണ, നീ ആരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നഖല്ലു ഗോപികാ നന്ദനോ ഭവാൻ അഖിലദേഹിനാ അന്തരാത്മധ് വിഘനസാബ്ധിതോ വിശ്വഗുപ്തയേ സഖ ഉദൈവാൻ സാത്വതാം കുലേ. ഇനി ആരാണ്? വെറും യശോദയുടെ പുത്രനല്ല, പിന്നെയോ അഖിലദേഹിനാം അന്തരാത്മധ്, സകല ദേഹികളുടെയും ഉള്ളിൽ ഇരുന്നുകൊണ്ട് എല്ലാം കാണുന്നല്ലേ കണ്ണ. ഭഗവദേഹിനാം പാപകർശനം തൃണചരാനുഗം ശ്രീനികേതനം
ഭണിഭണാർപ്പിതം തേ പദാംബുജം ഹൃമുകുചേഷു ന ക്ഷുന്തി ഹൃച്ഛയം. ഞങ്ങളുടെതാ ഹൃദയത്തിലുള്ള എല്ലാ ദുഃഖങ്ങളെയും നീ മുറിച്ചു കളഞ്ഞാലും ആരാണോ ആ പാദങ്ങളെ നമിക്കുന്നത് അവരുടെ പാപങ്ങളെല്ലാം ഇല്ലാതെ കണ്ടായിത്തീരുന്നു. മഹാലക്ഷ്മി സദാസമയത്തും തൻ്റെ മടിയിൽ വെച്ച് താലോടിച്ചു കൊണ്ടിരിക്കുന്ന ആ പാദങ്ങൾ ഇപ്പം എവിടെ കൂടെ പോണേന്നറിയോ? തുണച്ചരാനുഗം ശ്രീനികേതനം. ഈ പൈക്കളുടെ പിന്നാലെ കല്ലിലും ഉള്ളിൽ കൂടി അങ്ങനെ പോകുമ്പോൾ കണ്ണാ അവിടത്തേക്കല്ലാട്ടോ വേദനിക്കുന്നത്. ആ കുഞ്ഞിക്കാലിൽ മുള്ളോ വല്ല പുല്ലിൻ്റെ മുനയോ കല്ലോ എന്തെങ്കിലും കൊണ്ട് അവിടത്തേക്ക് വേദനിക്കുമ്പോൾ അവിടത്തേക്ക് അല്ല കണ്ണാ വേദനിക്കുന്നത്, അത് അടിയങ്ങൾക്കാണ്. അതുകൊണ്ട് ആ തൃപ്പാദങ്ങൾ അടിയങ്ങളുടെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് അടിയങ്ങളുടെ ഹൃദയ താപത്തിനെ ഇല്ലായ്മ ചെയ്യണേ കൃഷ്ണ. എല്ലാം ഉപേക്ഷിച്ചിട്ടല്ലേ നിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗോപികമാർ കണ്ണനെ വിളിച്ച് കരഞ്ഞ് അവരെല്ലാം മോഹലാലസ്യപ്പെട്ടു വീണു. ഉള്ളിലുള്ള അഹങ്കാരം, ഏതെല്ലാം സൗഭഗമതാണോ അവർക്കുണ്ടായിരുന്നത് അതെല്ലാം കൃഷ്ണാന്ന് വിളിച്ച് കണ്ണനെ ചിന്തിച്ചുകൊണ്ടും ആ വിരഹ ദുഃഖം കൊണ്ടും കരഞ്ഞ് അതെല്ലാം പോയതോടുകൂടി നിശ്ചലം അമ്പാടി, നിശ്ചലം ഗോകുലം, നിശ്ചലം വൃന്ദാവനമന്തരംഗം. പാടുന്നതില്ല കിളികൾ മണം പൂശി ഓടിക്കളിപ്പതില്ല കാറ്റുപോലും. നല്ലൊരു ധ്യാനത്തിനെ നമുക്കിവിടെ ഭാഗവതം കാണിച്ചു തരാം. എല്ലാം അടങ്ങണം, ഇന്ദ്രിയങ്ങൾ, മനസ്സ് എല്ലാം അടങ്ങി വരുമ്പോൾ ഇതൊരു വിഷയം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മനസ്സിലൊന്നും ചിന്തയില്ലാതെ കണ്ടായിത്തീർന്നു, അവരേ ഇല്ലാതെ കണ്ടായിത്തീർന്നു. ഞാനെന്ന ആ ഒരു ഭാവം പരിപൂർണമായിട്ടില്ലാതെ കണ്ടായിത്തീർന്നപ്പോൾ താസാം ആവിരഭൂഷൗരി സ്മയമാനമുഖാംബുജ പീതാംബരതരസ്വഗ്വീ സാക്ഷാൽ മന്മഥ. ഒരു സൂര്യപ്രഭയോടുകൂടിതാ ഭഗവാൻ ആ ഗോപികമാരുടെ മുമ്പിൽ പ്രത്യക്ഷമായി. യോഗി ആനന്ദ സംവൃത. ശിശുബ്രഹ്മർഷി പറയാ, പരീക്ഷത്തെ ആ യോഗികൾ അനന്തകാലം തപം ചെയ്തിട്ട് അവസാനം ആ ഹൃദയത്തിൽ ആ നീലക്കല്ലിൻ്റെ ഒരു പ്രകാശം വരുമ്പോൾ എത്രമാത്രം ആനന്ദം അനുഭവിക്കണോ അവർ, അതിതാ ആ ഒരു തലത്തിലേക്ക് ഗോപികമാർ ഉയർന്നു. മനസ്സിനെ എല്ലാ ലോക വ്യാപാരങ്ങളിൽ നിന്നും നിവർത്തിച്ച് ഈശ്വരങ്കിലേക്ക് ആക്കി മാറ്റിയപ്പോഴാണ് ഭഗവാനെ അവർക്ക് പരിപൂർണ സ്വരൂപത്തിൽ കാണാൻ സാധിച്ചത്. ഭഗവാൻ പറഞ്ഞു, ഒരാൾക്ക് പോലും മുറിക്കാൻ പറ്റാത്ത ചെങ്ങലക്കെട്ടുകളല്ലേ ഗോപികമാരെ നിങ്ങൾ മുറിച്ചത്. എൻ്റെ കുടുംബം, എൻ്റെ ധനം, എൻ്റെ ഗ്രഹം, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ നാട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്രമാത്രം കടുപ്പമേറിയതായിരിക്കുന്ന ബന്ധങ്ങളാണ് നമുക്കുള്ളത്. അതെല്ലാം എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടി നിങ്ങളിതാ മുറിച്ച് കളഞ്ഞില്ലേ എന്നാണ്. ദേഹം, ഗേഹം, ധനം, ധാന്യം, ഇതിനോടൊക്കെ ഉണ്ടായിരുന്ന മമതകളാണോ, ആ മമതയോടെ കെട്ടിറക്കാൻ സാധാരണക്കാർക്കൊന്നും സാധിക്കില്ല. എത്ര യോഗ്യാണെന്ന് പറഞ്ഞാലും അവർക്കും ഉണ്ടാവും അല്പമെങ്കിലും ദേഹബുദ്ധി. ആ ബന്ധങ്ങളെ മുഴുവനും, ആ ചെങ്ങലക്കെട്ടുകളെ അറുത്ത് കളഞ്ഞുകൊണ്ട് നിങ്ങൾ വന്നില്ലേ എൻ്റെ അടുത്തേക്ക്. അപ്പം നിങ്ങൾക്കറിയാം ഈ ലോകം മുഴുവനും അനിത്യമാണ്, സത്യമായിട്ട് എൻ്റെ കണ്ണം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി എൻ്റെ അടുത്തേക്ക് വന്നില്ലേ, സന്തോഷമായിരുന്നാണ്. അതാണ് ഓരോ ഗോപികമാരും കണ്ണു മിഴിച്ചാലും ചിമ്മിയാലും എൻ്റെ കണ്ണാ ഞാൻ നിന്നെ താൻ കണ്ടിടാവൂ. ഓരോ ഗോപികമാർക്കും അത് മാത്രമേ മോഹമുള്ളൂ. കണ്ണു മിഴിച്ചാലും ചിമ്മിയാലും എൻ്റെ കണ്ണാ നിന്നെ താൻ കണ്ടിടാവൂ. നിന്നെ അല്ലാതെ കണ്ട മറ്റൊന്നും കാണാനിടയാവരുത്. അത് ഭഗവാൻ കാണിച്ചു കൊടുത്തു. ഒരു ഗോപിയേക്ക് ഒരു കൃഷ്ണൻ, ഒരു ഗോപിയേക്ക് ഒരു കൃഷ്ണൻ എന്ന മട്ടിൽ ഭഗവാൻ നിന്ന് കൊടുക്കുക. അവിടെ കണ്ണൻ ഒറ്റയ്ക്ക് നിൽക്കണു. കണ്ണന് ചുറ്റും എത്ര 110 കോടി ഗോപികമാരെന്ന് പറയണു.
അത്രയും ഗോപികമാർ സ്വർണ്ണമുത്തുകളായിരിക്കുന്ന ഓരോ ഗോപിയയ്ക്കും ഓരോ കൃഷ്ണനായിട്ട് നിന്നുകൊണ്ട് ആനന്ദ നൃത്തം. അതാണ് രസം, ഭാഗവത രസം എന്ന് പറഞ്ഞത് അതാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം ആയിത്തീരുന്ന ആ മനോഹരമായിരിക്കുന്നൊരു ഭാവം അത് ഭാഗവതം നമുക്ക് കാണിച്ചു തരാം. അതുകൊണ്ടാണ് ഭാഗവതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് രാസനൃത്തം തന്നെയാണ്. അതിലേക്ക് എത്താനാണ് നമ്മൾ ഓരോരുത്തരും മോഹിക്കേണ്ടത്. ദേഹാത്മബുദ്ധിയിൽ നിന്ന്, ഭാവനീയ വിഷയങ്ങളിൽ നിന്ന്, വിഷയരസങ്ങളിൽ നിന്നെല്ലാം മനസ്സിനെ ഉണർത്തിക്കൊണ്ട് ഒന്നുമില്ലാത്ത എന്നാൽ എല്ലാം ആയിത്തീരുന്ന ആ ഒരു ഭാവത്തിലേക്ക് ഉയർന്നെത്തുന്നതായിരിക്കുന്ന ഗോപികമാരുടെ അതിസുന്ദരമായിരിക്കുന്നൊരു ഭാവത്തിനെ ഭാഗവതം കാണിച്ചു തരുന്നു. ഇതെത്തിപ്പെടാൻ നമുക്ക് സാധിച്ചാൽ പിന്നെ ഒന്നും വേണ്ട, നമുക്ക് ഇനി ഒരു ജന്മം നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. പിന്നെ ഭാഗവതം വേണ്ട, വ്രതങ്ങൾ വേണ്ട, ക്ഷേത്രങ്ങൾ വേണ്ട, ആശ്രമങ്ങൾ വേണ്ട, ഒന്നും വേണ്ട. നമുക്കങ്ങനെയൊന്നും എത്താൻ സാധിച്ചിട്ടില്ല. ഗുരുവായൂരപ്പൻ ആ കാരുണ്യം നമ്മളിൽ പൊഴിക്കണം. അതിനിനിയും എത്രയോ ജന്മങ്ങൾ നമുക്ക് എടുക്കേണ്ടി വരും. എപ്പോഴാണ് അങ്ങനെ ഒരു അവസരം വരിക നമുക്കറിയില്ല. ഏത് സമയത്താണ് ഈ ബന്ധങ്ങളൊക്കെ അറുത്തുകൊണ്ട് നമുക്ക് എത്താൻ സാധിക്കാം. ഇപ്പോഴേ ശ്രമിക്കണം എന്ന് ഭാഗവതം പറയണം. സമയം കളയാനില്ല. ഓരോ നിമിഷവും എന്തിനോടൊക്കെയാണോ നമുക്ക് അറ്റാച്ച്മെൻ്റ് ഉള്ളത്, ആ അറ്റാച്ച്മെൻ്റ് എല്ലാം നമുക്ക് നാളെ ദുഃഖത്തിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ എല്ലാത്തിനോടുള്ള ബന്ധങ്ങൾ പതുക്കെ മനസ്സുകൊണ്ട് ഒഴിഞ്ഞു വരുമ്പോൾ അവസാനം എന്താണോ അവശേഷിക്കുന്നത് അതാണ് ഞാനെന്ന ബോധം വരും. ആ ബോധം വരുന്നതാണ് ഭാഗവതത്തിൻ്റെ ലക്ഷ്യം. അത് തന്നെയാണ് ആയിത്തീരാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെ ആ പരീക്ഷിത് മഹാരാജാവിന് അത് മാത്രം മതി, ഇനിയൊന്നും അറിയേണ്ടതില്ല. ഏതൊന്നും അറിയാനാണോ പരീക്ഷിത്ത് വന്നത് ആ പരീക്ഷത്തിനെ ആ തലത്തിലേക്ക് ശ്രീശോഭ്രമഹർഷി കൊണ്ടെത്തിച്ച്. സജ്ജനങ്ങൾ ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയും ഊഞ്ഞാലാടുന്നത് പോലെ എന്ന് പറയും. ഊഞ്ഞാലിങ്ങനെ ആടുമ്പോൾ നമ്മളങ്ങനെ മേപ്പോട്ടേക്ക് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഞാനില്ലാണ്ടാവുന്നൊരവസ്ഥയുണ്ട്. ഒരു പ്രത്യേക തലം, നല്ല ഉയരത്തിലേക്ക് ഊഞ്ഞാലാടി പോയിട്ടില്ലേ നമ്മൾ. അങ്ങനെ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ സകല അഹങ്കാരം അങ്ങനെ പോകുന്ന ഒരവസ്ഥയുണ്ട്. അത് തന്നെയാണ് ഇവിടെ നമുക്ക് ഭാഗവതം കാണിച്ചു തരിക. ഇപ്പം എന്താ, ഗോപികമാർക്കെല്ലാം ഇനി കണ്ണനേ ഉള്ളൂ. മധുരമാം നിന്റെയാ നിൽപ്പ് ഹേ മാധവ, മധുമയം നിന്നാലൈ പ്രപഞ്ചം. ആ തലത്തിലേക്ക് എത്തണം എന്നാണ് പറയും. സജ്ജനങ്ങൾ പറയും ജനക മഹാരാജാവിൻ്റെ അടുത്തേക്ക് ശ്രീശോഭ്രമഹർഷി വേദവ്യാസം പറഞ്ഞ അനുസരിച്ചിട്ട് ജ്ഞാനം നേടാനായിട്ട് ചെന്നത്ര. അവിടെ ചെന്നപ്പോൾ ജനക മഹാരാജാവ് ചോദിച്ചു, നീ എവിടെ നിന്നാണ് വരുന്നത്, എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അച്ഛൻ പറഞ്ഞ അനുസരിച്ചിട്ട് വരികയാണ്. എന്തിനാണ് നീ വന്നത്? ജ്ഞാനം നേടാൻ വന്നതാണ് പറഞ്ഞു. കുറച്ച് നേരം ജനക മഹാരാജാവ് അങ്ങനെ നോക്കിയിരുന്നു. എന്നിട്ട് ചോദിച്ചു, വരുന്ന വഴിക്ക് നീ എന്തൊക്കെ കണ്ടു എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, കുറേ പഞ്ചസാര സ്റ്റെപ്പുകൾ കണ്ടു, പടികൾ കണ്ടു, അത് കയറിയാണ് വന്നതെന്ന് പറഞ്ഞു. പിന്നെ എന്ത് കണ്ടു? കുറേ പഞ്ചാര കൂണുകൾ അവിടെ ഇവിടെയൊക്കെ നടന്നു നിൽക്കുന്നതായിട്ട് കണ്ടു. പിന്നെ നീ എന്തൊക്കെ കണ്ടു? കുറേ പഞ്ചസാരകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നതായിട്ട് കണ്ടു. അങ്ങനെയൊക്കെ കാണുന്നുണ്ടായോ? അങ്ങനെയൊക്കെ കണ്ടു. ഇപ്പം നീ എന്ത് കാണുന്നു? ഇപ്പോൾ ഒരു പഞ്ചസാര മറ്റൊരു പഞ്ചസാരയോട് സംസാരിച്ചിരിക്കുന്നു. രണ്ടും പറഞ്ഞു, നമുക്ക് പോവാം, നീ അറിയേണ്ടത് അറിഞ്ഞതാണ്, എല്ലാം മധുരമായിട്ട് കാണണം, മറ്റൊന്നും കാണേയില്ല എന്നാണ്. എന്തും കാണുന്നതൊക്കെ മധുരം. മധുരാധിപതേ അഖിലം മധുരം. ആ മധുരം നമുക്ക് അനുഭവിക്കാൻ സാധിക്കണം. ഭാഗവതത്തിൻ്റെ ലക്ഷ്യം അതാണ്. പിന്നെ ശ്രീശുരൻ അവിടെ നിന്നില്ല എന്നാണ്. എന്തറിയാനാണോ താൻ വന്നത് അത് ഗുരുനാഥൻ്റെ മുമ്പിൽ വെച്ച് അത് പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ ഇനിയൊന്നും അറിയേണ്ടതില്ല എന്നാണ്. ആ ആനന്ദം, ആ മധുരം അത് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നുണ്ട്, അത് നമ്മൾ തിരിച്ചറിയണില്ലല്ലോ എന്നാണ്. അതെപ്പോൾ നമ്മൾ തിരിച്ചറിയണോ അപ്പോൾ പിന്നെ മറ്റു ബന്ധങ്ങൾക്കൊന്നും ഒരു മഹിമയും നമ്മൾ കാണില്ല. അതറിയാത്തയിടത്തോളം നമ്മൾ മറ്റുള്ളതൊക്കെയാണ് രസം എന്ന് വിചാരിക്കും. നമ്മൾ കാണുന്നതും നമ്മൾ കൂടുന്നതും നമ്മൾ പറയുന്നതും നമ്മൾ കേൾക്കുന്നതും എല്ലാം
എന്നെ വീണ്ടും 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 ബന്ധനത്തിലേക്ക് കൊണ്ടുപോകല്ലാതെ കണ്ട് ഒരിക്കലും അതിൽ നിന്ന് നമ്മളെ കരകയറ്റമില്ല. ഭഗവാൻ അങ്ങനെയല്ല, ആ ബന്ധനങ്ങളെയൊക്കെ മുറിച്ച് എല്ലാം നീയായിട്ട് കാണൂ, എല്ലാം എന്നെ തന്നെ കാണൂ. നീയെ, ഞാൻ നിൻ്റെ ഉള്ളിലുണ്ടല്ലോ, ആ എന്നെ കാണൂ ലോകം മുഴുവനും. അതാണ് പൂർണ്ണ ബ്രഹ്മാനന്ദാനുഭൂതി. ഇപ്പോൾ രാസക്രീഡ എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ പൂർണ്ണാനന്ദാനുഭൂതി, പൂർണ്ണ ബ്രഹ്മാനന്ദാനുഭൂതി എന്ന് പേര് പറയും. ഇതനുഭവിക്കാനാണ് രാസക്രീഡ. നമ്മളൊക്കെ പലപ്പോഴും ഇതിനെയൊക്കെ ഇതിങ്ങനെയൊന്നും പറയേണ്ടതല്ല എന്ന് നല്ല ബോധ്യമുണ്ട്. എന്നാലും ഇപ്പോൾ ഇവിടെ അതേ പറയാൻ പറ്റുള്ളൂ. അത്രയും കേമാണ്. ഇത് മാത്രം വിഷയമാവണം. അപ്പോഴാണ് ഒരു സപ്താഹം പറയാനുള്ള വകുപ്പുണ്ട്. ഒരു സപ്താഹം എന്നല്ല, ഇത് കൂടുതൽ പറയാനുണ്ട്. അതിലേക്ക് അങ്ങനെ അണ്ടാണ്ട് പോയാൽ നമ്മളില്ലാണ്ടേ ആവുക. അങ്ങനെയില്ലേ, ഞാനില്ലാണ്ടേ ആവുന്നൊരവസ്ഥ അത് വരണം. അപ്പോഴാണ് നമുക്കൊക്കെ മധുരമാണ് കാൺമതൊക്കെയും നിന്നാലേ പ്രപഞ്ചം, എല്ലാം മധുരമായിട്ട് നീയായിട്ട് ഇതാ കാണാൻ സാധിക്കുക. അത് പറഞ്ഞുകൊണ്ടിതാ ആ പ്രകരണം പറഞ്ഞ് അവസാനിപ്പിച്ചു. ഭഗവാന്റെ മധുരയാത്രകളൊക്കെയാണ്. നമുക്ക് അല്പം കൂടെ വായിച്ചിട്ട് രുക്മിണി കല്യാണത്തിൻ്റെ തിരക്കിലേക്കായി നമ്മൾ കൂടെ വായിച്ചിട്ട് നമുക്ക് നമസ്കരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ